ദിസ് ഇസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഈ സാരിയിൽ ഞാൻ എന്തായാലും എൻ്റെ പേരെഴുതി. പക്ഷെ ഇപ്പം എൻ്റെ സംശയം ഇതിലെല്ലാത്തിലും എൻ്റെ പേര് എഴുതണമെന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനൊരു വെറൈറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, വെറൈറ്റി ആൻഡ് ട്രെൻഡിയാണ് എനിക്കിന്ന് വേണ്ടതെന്ന്. ഐ ആം ഇൻ എ ഷോപ്പിംഗ് സ്പ്രീ ടുഡേ. ഇന്ന് ഞാൻ ഷോപ്പ് ചെയ്ത് പൊളിക്കും. എൻ്റെ മാത്രമല്ല, എൻ്റെ ഭർത്താവിൻ്റെ കാർഡും ഉണ്ട് ഇതിനകത്ത്. ഇനി 2025 എന്തോരം ഫങ്ഷൻസാ അല്ലേ. എനിക്ക് ഈ ട്രഡീഷണൽ ലുക്ക് കുറച്ച് മടുത്തു. എനിക്ക് ട്രെൻഡി ആൻഡ് വെറൈറ്റി സാരീസിൽ മിന്നിത്തിളങ്ങണം എന്നൊരാഗ്രഹം. എവിടെ പോവും? നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? എനിക്ക് ഒട്ടും ഡൗട്ടില്ല. മിലനിൽ പോവാം. മിലൻ ഡിസൈൻസ്, PT ഉഷ റോഡിലുള്ള പുതിയ മിലൻ ഡിസൈൻസിൽ പോവാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് എനിക്കൊന്ന് കൂട്ടുവരാമോ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവാം. എന്നാൽ വേഗം റെഡി ആയിക്കോ. ലെറ്റ്സ് ഗോ, കം ഓൺ. ഞാനിപ്പോൾ ഇതാ കടവന്ത്രയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി സൗത്ത് പാലമൊക്കെ കയറി ഇറങ്ങി MG റോഡിലെത്തി. ദ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ മുമ്പിൽ കൂടെ ആട്ടോ പോണേ. നമ്മളിപ്പോൾ പണ്ടത്തെ ഈയാറ്റുമുക്ക് എന്നറിയപ്പെട്ടിരുന്ന ഈയാറ്റിൽ ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഹോസ്പിറ്റൽ റോഡിലോട്ട് കയറി. ദ മഹാരാജാസ് ഗ്രൗണ്ടാണ് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടുന്ന് വീണ്ടും ഫസ്റ്റ് റൈറ്റ് തിരിഞ്ഞ് PT ഉഷ റോഡിലോട്ട് കയറി. ഈ മരങ്ങളുടെ പച്ചപ്പ് കണ്ടിട്ടാണോ ഷോപ്പിങ്ങിനെ പറ്റി ഓർത്തിട്ടാണോ എന്നറിയില്ല, എൻ്റെ മനസ്സിനൊരു ഭയങ്കര കുളിർമ. അങ്ങനെ നമ്മൾ ദേ എത്തുക മിലൻ ഡിസൈൻസിൻ്റെ പുത്തൻ ഷോറൂം. സച്ച് എ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നറിയാം, എന്നാലും നമുക്ക് ഒരുമിച്ച് കയറി കാണാം. ഈ എടുപ്പ് എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇതും മിലന്റെ മെറ്റീരിയൽ വെച്ച് തയ്ച്ചതാ. ചേച്ചി, എനിക്ക് വേണ്ടതേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല ട്രെൻഡി ആയിട്ട് ഇപ്പോഴത്തെ സ്റ്റൈൽ സാരി. ടിഷ്യൂ ആണെങ്കിൽ നല്ലത്. ഓ നൈസ്. ഇത് വേറെ കളറുണ്ടോ? നല്ല കളേഴ്സ്, കുറച്ച് ടിഷ്യൂവിൽ തന്നെ ഗോൾഡനോ കളേഴ്സ്. ആ, എനിക്കിവിടെ വരാൻ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാവോ? എനിക്ക് സെലക്ഷൻ അറിയില്ല എന്നൊരു കൺസേണേ ഇല്ല. കാരണം ചേച്ചിമാരെല്ലാവരും സെലക്ട് ചെയ്ത് തരും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആദ്യമായിട്ട് സ്കൂളിൽ വന്ന കിൻഡർ ഗാർഡൻ കൊച്ചിനെ പോലെ കൊണ്ട് നടക്കും നിങ്ങൾ. ഇത് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച സാരി. അതെ അതെ, ഇതിന് ബ്ലാക്ക് ബ്ലൗസ് ആണല്ലേ? ഇതൊന്നും ഞാൻ ഉടുപ്പിക്കാവോ? ഇതെല്ലാം നല്ല വർക്ക് ചെയ്ത ഓർഗൻസ സാരീസ് ആണ്. നല്ല നല്ല ഷെയ്ഡ്സ്. ചിലത് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ്, ചിലത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് ചുരുക്കം പറഞ്ഞ. ഇതാ എംബോസ്ഡ് ഡിസൈൻസ് ഉള്ള സാരി കണ്ടോ? ഓരോ പൂക്കളും ഇതിനകത്ത് എംബോസ് ചെയ്താണ് വരുന്നത്. പൂക്കളും ബട്ടർഫ്ലൈസും. ആക്ച്വലി ബ്യൂട്ടിഫുൾ സാരി. ഇതെല്ലാം ഓർഗൻസ സാരീസ് ആണ്. ഇതൊക്കെ ഓർഗൻസ ആണെങ്കിലും ഉടുക്കാൻ കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നു. ഈസി ഡ്രൈപ്പ് ചെയ്യാൻ, സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഡ്രൈപ്പ് ചെയ്യാൻ നല്ല ഈസി ആയിട്ടുള്ള മെറ്റീരിയൽ.
ഈ മോട്ടിഫ് കണ്ടോ, ഒരു ബേർഡും ലോട്ടസും, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, നല്ല ഷെയ്ഡ് ആൻഡ് വർക്ക് ഉണ്ട്, സീക്വൻസ് വർക്ക് ഉണ്ട്. ഇതൊരു നല്ലൊരു ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഗാർഡൻ തീം പാർട്ടിക്കൊക്കെ പറ്റിയ സാരി. നല്ല കളർ, പേസ്റ്റൽ കളറും നല്ല ഫ്ലവേഴ്സും, ഫ്ലോറൽ വർക്ക്. പ്രിന്റ് അല്ല, ദ ഡിഫറൻസ് ഇസ് ഫ്ലോറൽ വർക്കാണ്. നല്ല കളർ കോമ്പിനേഷൻ. ദിസ് ഇസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഞാൻ മനസ്സിൽ വിചാരിച്ച സാരി. ഇതുണ്ടോ, പൂക്കളെല്ലാം എംബോസ്ഡ് പൂക്കള്. ഇത് ഭയങ്കര രസമുണ്ട്. ഇതിനകത്ത് പൂക്കളും ഇലകളും എല്ലാം എംബോസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ സാരി. ബ്ലാക്ക് എപ്പോഴും ഒരു ക്ലാസിക് കളറാണ്. അതിൻ്റെ പ്രത്യേകിച്ച് കോമ്പിനേഷൻ ബ്ലാക്കും ഗോൾഡനും സിൽവറും എന്ന് പറഞ്ഞാൽ ഒരു എവർ ക്ലാസിക് സാരി, ക്ലാസിക് കോമ്പിനേഷൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനൊരു വെറൈറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, വെറൈറ്റി ആൻഡ് ട്രെൻഡിയാണ് എനിക്കിന്ന് വേണ്ടതെന്ന്. ഇതിലും വെറൈറ്റി സാധനം ഇവിടെ കിട്ടും. സി ഷൂ, ടാസൽസ്. ഇത് ടാസൽ സാരി. വാവ്, ഇതൊടുത്ത് നമ്മൾ എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ, യു വിൽ ബി ദ സ്റ്റാർ ഓഫ് ദ ഡേ. ഐ സ്വെയർ യു വിൽ ബി ദ സ്റ്റാർ. ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ലുക്കാണ്. ടീനേജേഴ്സിന് പറ്റിയ സാരി ഞാൻ നോക്കിയിട്ട്, കാരണം ഡിഫറെന്റ് തരത്തിൽ ഇത് ഡ്രേപ്പ് ചെയ്യാം. മുന്താണി നമുക്ക് പല്ലു മുമ്പിലോട്ടിട്ടിട്ട് ചെയ്യാം. പിന്നെന്താ, ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാം. ഡെനിം, ഡെനിം തീം പാർട്ടിക്ക് ഇടാട്ടോ. ഡെനിം തീം പാർട്ടീസ് ഒക്കെ ഇപ്പം ഭയങ്കര ഇന്നല്ലേ, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രേറ്റ്, സൂപ്പർ, അടിപൊളി. ചില സാധനങ്ങൾ കാണുമ്പോഴില്ലേ, അതിനകത്ത് നമ്മുടെ പേര് എഴുതിയ പോലെ നമുക്ക് തോന്നും. ഈ സാരിയിൽ ഞാൻ എന്തായാലും എൻ്റെ പേരെഴുതി. പക്ഷെ ഇപ്പം എൻ്റെ സംശയം ഇതിലെല്ലാത്തിലും എൻ്റെ പേര് എഴുതണമെന്നുള്ളതാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നിനൊന്ന് മെച്ചം. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറം, നെക്സ്റ്റ് ലെവൽ, അതുക്കും മേലെ എന്ന് പറയുന്ന ലെവൽ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നമുക്കിതിലേതൊക്കെ ഉടുത്തിട്ട് ഇതിലേതൊക്കെയാണ് ശരിക്കും നല്ലതെന്ന് നിങ്ങളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ, സെലക്ട് ചെയ്യാനായിട്ട്. ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ, എല്ലാം വേണമെങ്കിൽ അതുമാവാം. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രീം സാരി, ഗോൾഡൻ സിൽവർ ഡ്രീം സാരി, ബ്ലാക്ക് ബ്ലൗസ് വിത്ത് ബ്ലാക്ക് ബ്ലൗസാണ് ഞാൻ എടുത്തത്. മെറ്റീരിയൽ കൂടുതലുണ്ടായിരുന്നു, അത് കാരണം ഞാൻ ഒരു ലോങ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു. കിട്ടിയ സ്പീഡിൽ തന്നെ ഞാനത് ഉടുത്തു. എൻ്റെ ഫോട്ടോയും റെഡി. ദി ഗോൾഡൻ സിൽവർ എൻ്റെ ഡ്രീം സാരി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, വെറൈറ്റി സാരീസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മിലനി വന്നതെന്നുള്ളത്. ലുക്ക് അറ്റ് ദിസ്. ഇത് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആണ് ടാസൽ വോവൺ ബോഡി. ദ ഫുൾ ബോഡി ഈസ് ടാസൽ വോവൺ ആൻഡ് സീക്വൻസ് വോവൺ മുന്താണി. ഇത് ആക്ച്വലി ടീനേജേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഐഡിയൽ ആയിട്ടുള്ള സാരി ആട്ടോ. കോക്ടെയിൽ പാർട്ടിക്കോ ഈവൻ ഡെനിം തീം പാർട്ടിക്കോ എയർപോർട്ട് ലുക്കിനോ എന്ത് വേണമെങ്കിലും സൂപ്പർ. The indigo saree, beautiful, isn't it?